ഉണ്ട്, പഴമുണ്ട്, ഇത്രയും സാധനങ്ങൾ അവിടെ ഇരിക്കുക. അപ്പൊ അത് ശരി, ഇത് എത്രയും സാധനം അവിടെ ഇരുന്നിട്ടാണ് താങ്കൾ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ആരാണ് കള്ളം പറയുന്നത്? വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഒന്നുമില്ല. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ താങ്കളാണ്. വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഒന്നുമില്ല എന്ന് അമ്മ പറയുമ്പോ അയ്യോ എന്ന് പറഞ്ഞത് താങ്കളാണ്, നമ്മളല്ല. എന്നിട്ടാണ് താങ്കൾ ഇപ്പൊ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ജയപ്രകാശ് രശ്മി, ഈ ഒരു വിഷയമാണ് 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രശ്മിയുടെ മകള് വന്നിട്ട് ഇതൊന്നുമല്ല സത്യം, നിങ്ങൾ എന്തിനു വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നു, അങ്ങനെയൊന്നുമല്ല, അവിടെ കുട്ടക്കണക്കിന് ഫ്രൂട്ട്സ് ഇതാ എന്റെ അങ്കിൾ കൊണ്ട് വെച്ചിരിക്കുന്നു, ആരാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇതിനെ ഉൾട്ടയായി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും കേട്ടിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ആമുഖം പോലെ പറയാം. ജയപ്രകാശും രശ്മി എന്ന് പറഞ്ഞാൽ ജയപ്രകാശിന് ഏതാണ്ട് 60 വയസ്സോളം കഴിഞ്ഞു, രശ്മിക്ക് ആന്റിക്ക് ഏതാണ്ട് 55 വയസ്സ് കഴിഞ്ഞു. ഇവര് ഏറ്റവും, അതായത് ഇവരുടെ പാർട്ട്ണർ, അതായത് ഭർത്താവും ഭാര്യയൊക്കെ മരിച്ചതിന് ശേഷം ഇവര് ഏറ്റവും വയസ്സാം കാലത്ത് ഒരു 2-3 മാസം ആവട്ടുള്ളൂ ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഈ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് ഇവരുടെ മക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വന്ന ഒരു ഇന്റർവ്യൂക്കകത്ത് ഈ പറയുന്ന രശ്മി പറയുന്നുണ്ട്, രശ്മി ആന്റി പറയുന്നുണ്ട്, നമ്മൾ 40 വർഷം കൊണ്ട് പ്രണയിച്ചതാണ്, അവസാന പ്രണയ സാഫല്യമായി എന്നൊക്കെ വന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ഇവര് ഭർത്താവുള്ളപ്പോൾ തന്നെ എന്താണ് ഇവരുമായിട്ട് പിന്നെ പ്രണയത്തിലായിരുന്നു. അങ്ങനെയല്ല ഈ പറയുന്ന ജയപ്രകാശ്. മുമ്പ് ജയപ്രകാശിന് രശ്മി ഇഷ്ടമായിരുന്നു, പക്ഷെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു പോയി. രണ്ടുപേരും പാർട്ണർ മരിച്ചതിന് ശേഷം ആ മക്കള് കെട്ടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇവരിപ്പം ഈ പറയുന്ന ഇവിടെ തായ്ലൻഡിലോ അവിടെയൊക്കെ പോയി ഈ പറഞ്ഞതുപോലെ ഹണിമൂണൊക്കെ അടിച്ച് പൊളിയായിട്ട് വന്ന് നിൽപ്പുണ്ട്. ഇതിന്റെ ഇടയിൽ 2 ദിവസം മുമ്പ് ഈ രശ്മിയുടെ മകൾ നേരെ എന്ത് ചെയ്യുന്നു, ജയപ്രിയവരുടെ ഫാമിലിയിൽ അവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. അവിടെ വെച്ചൊരു ഹോം ടൂർ, അതായത് നിങ്ങൾ ഡെയിലി റൂട്ടീൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ രശ്മി പറഞ്ഞ മറുപടികളാണ് ഇപ്പം വിവാദം. രശ്മി പറയുന്നത് ഈ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലക്കറി എന്നെ കഴിപ്പിക്കാൻ സമ്മതിക്കത്തില്ല, എന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ സമ്മതിക്കത്തില്ല, ഇവിടെ മട്ടനും ചിക്കനും എഗ്ഗും നട്ട്സും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം. അത് വൻതോതിൽ വിവാദമായി ആൾക്കാരെടുത്ത് പ്രതികരിക്കുന്നു. ഇപ്പോ രശ്മി, അതായത് രശ്മിയുടെ മകൾ വന്ന് പറഞ്ഞ അങ്ങനെ ഒന്നുമേ അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ. ആ എക്സ്പ്ലനേഷനും കണ്ടിട്ട് മുമ്പ് ഇവർ എന്താണ് പറഞ്ഞത് എന്ന് കൂടി നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ചോദിച്ചതായിരിക്കും. അങ്ങനെ വളരെ സത്യസന്ധമായിട്ട്, പ്രത്യേകിച്ചും അങ്കിള് പറയുന്ന ഓരോ വാക്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ മനുഷ്യൻ എത്രത്തോളം ജെനുവിൻ ആണ്, എത്ര സത്യസന്ധമായിട്ടാണ്. ഇപ്പം ഒരു കാര്യം അങ്കിൾ അങ്ങനെ അല്ല എന്ന് പറയണില്ലേ. അപ്പൊ ഇതിലൊന്നും അങ്കിള് ഇന്റർഫിയർ ചെയ്ത് ഞാൻ ഇന്നലെ നിനക്ക് ഫ്രൂട്ട്സ് മേടിച്ച് തന്നില്ലേ, ഇല്ലെങ്കിൽ ഇന്നലെ നിനക്ക് മാങ്ങയും ചക്കയും ഇവിടെ കൊണ്ട്. ഇപ്പൊ ഞാൻ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് പോലും ആ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിന്റെ അകത്ത് പൊമഗ്രനേറ്റ് ഉണ്ട്, മാങ്ങയുണ്ട്, പഴമുണ്ട്, ഇത്രയും സാധനങ്ങൾ അവിടെ ഇരിക്കുക. അപ്പൊ അത് ശരി, ഇത് എത്രയും സാധനം അവിടെ ഇരുന്നിട്ടാണ് താങ്കൾ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ആരാണ് കള്ളം പറയുന്നത്? താങ്കൾ പറയുന്നത് താങ്കളുടെ അമ്മ അവിടെ ഇന്നലെ പറഞ്ഞു എനിക്കൊരു ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ട് മലക്കറി വാങ്ങത്തില്ല, ഞാൻ ഈ മട്ടൻ കഴിച്ച് പിന്നീട് മടുത്തു, വൈകിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല, എനിക്ക് വിശപ്പ് തന്നെ ഇല്ലാതായി എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് വല്ലപ്പോൾ ഒരിക്കൽ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണേ, ഞങ്ങൾ അങ്ങനെയാണ് വളർത്തിയത് എന്ന് താങ്കൾ പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ താങ്കൾ വന്ന് പറയുന്നത് താങ്കൾ അവിടെ വന്ന് ഇരുന്നപ്പോൾ ഈ പറയുന്ന ഫ്രൂട്ട്സ് ഐറ്റങ്ങളെല്ലാം അതിനകത്ത് ഇരിപ്പുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. ഇത് ആരാ കള്ളം പറയുന്നത്? ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആണോ കള്ളം പറയുന്നത്, അതോ താങ്കളാണോ? ഇനി താങ്കൾക്ക് മറന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ താങ്കളുടെ അമ്മ എന്താണ് പറഞ്ഞത് അത് ആദ്യം കേൾക്കാം. കൂടുതൽ മട്ടൺ, ചിക്കൻ, മീറ്റാണ് അവിടെ കഴിക്കുന്നത്. വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഒന്നുമില്ല. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ താങ്കളാണ്. വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഒന്നുമില്ല എന്ന് അമ്മ പറയുമ്പോ അയ്യോ എന്ന് പറഞ്ഞത് താങ്കളാണ്, നമ്മളല്ല. എന്നിട്ടാണ് താങ്കൾ ഇപ്പൊ വന്ന് പറയുന്നത് എല്ലാം അവിടെ ഇരിക്കൊണ്ട് നിങ്ങൾ എന്തിനിങ്ങനെ കിടന്ന് പറയുന്നു എന്നുള്ളത്. പിന്നെ സ്നാക്സ് ഞാൻ ഒരുപാട് മധുരമൊന്നും കഴിക്കില്ലായിരുന്നു, പക്ഷെ വൈകിട്ടൊക്കെ ചിലപ്പം എനിക്ക് ചില ബിസ്ക്കറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്, അത് ഞാൻ കഴിക്കും. ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, കഴിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിശക്കുമ്പോ പോയി നട്ട്സ് എടുത്ത് കഴിക്കും. ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, ബിസ്ക്കറ്റ് ഒന്നും അവർക്ക് ഇഷ്ടമില്ല, ഞാൻ എന്തിനും കഴിക്കുമ്പോൾ നട്ട്സ് ഒക്കെ നല്ലതാണ്, കൂടുതൽ തിന്നുമ്പോ നമുക്കത് മടുക്കും എന്നുള്ളതാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്താ വെക്കുന്ന വാൾനട്ട്സ്, നട്ട്സ് ഒക്കെ. അപ്പൊ അതെടുത്ത് അതിപ്പം കഴിച്ചു ഇത് ഒരുമാതിരി എന്നും രാവിലെ ഇങ്ങനെ ചെയ്യും. അപ്പൊ പിന്നെ പറയാം അല്ലെങ്കിൽ മട്ടൺ ഉണ്ടല്ലോ, ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്ത് കഴിക്കാൻ പറയും. അപ്പൊ അതായത് ഈ പറയുന്ന മാമൻ, താങ്കളുടെ അങ്കിൾ പറയുന്നത് പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിളൊന്നും കഴിക്കണ്ട, വിശക്കുമ്പോൾ മട്ടനും ചിക്കനും എടുത്ത് കഴിക്കണം. മട്ടനും ചിക്കനും കഴിച്ച കൊഴുപ്പ് കയറി അറ്റാക്ക് ഈ പറയുന്ന ബ്ലോക്ക് ഒക്കെ വരില്ല. എനിക്കൊന്നും മനസ്സിലാവില്ല. ഒരു ചുമ്മാ വയസ്സാക്കാലത്ത് ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, നമ്മുടെ ഒരു ചെറിയ ഇത് വെച്ച് പറയാൻ എനിക്കറിയത്തില്ല. പറ്റാത്തോണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിപ്പോ എനിക്ക് വിശക്കില്ല ആ സമയത്ത്, വിശപ്പങ്ങ് പോയി. മകള് കേട്ടോ,
ഇതൊക്കെ കൊടുത്ത് കഴിച്ച് എനിക്കിപ്പോ വിശപ്പേ ഇല്ല, വിശപ്പ് അങ്ങ് പോയി എന്ന് പറയുന്നത് സ്വന്തം അമ്മയാണ്, നമ്മളല്ല. നമ്മളെ സോഷ്യൽ മീഡിയ റിയാക്ഷൻ ചെയ്യുന്നവരോ അല്ല, സ്വന്തം അമ്മ പറയുന്നു. അത് താങ്കൾ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചായ കാപ്പി ഒന്നും കുടിക്കുന്ന ആളല്ല, പാലും കുടിക്കൂല. പിന്നെ ചിലപ്പോ വല്ല ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോ എന്തെങ്കിലും വന്ന് നട്ട്സോ വല്ലതും എടുത്ത് കഴിക്കുന്നതാണ്. പിന്നെ അത് എനിക്ക് വിശക്കും. നിങ്ങളുടെ മീൽ ഉച്ചയ്ക്ക് കഴിയും. പക്ഷെ എനിക്ക് അത്രയും ക്വാണ്ടിറ്റി മീറ്റ് ഞാൻ കഴിക്കൂല. ചിക്കനും മട്ടനും ഒന്നും ഞാൻ അത്രയും കഴിക്കാത്തതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോ എനിക്ക് വിശക്കുമായിരുന്നു. അപ്പൊ വിശക്കുന്നുണ്ടോന്നൊന്നും അവിടെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ രാത്രിയിൽ എന്താ കഴിക്കുന്നതെന്ന് ചോദിക്കുകയില്ല. അപ്പൊ എനിക്ക് ഫ്രൂട്ട്സ് വേണമായിരുന്നു. ഫ്രൂട്ട്സ് ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ മോൻ പറഞ്ഞ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. രോഹിത് ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണ്. അപ്പൊ രോഹിത് പറഞ്ഞൊരു ഡയറ്റ് ഇപ്പൊ 2.5 വർഷമായിട്ട് അങ്കിൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്കിളിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ്. അത് ബോഡി ഹെൽത്തി ആവുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബോഡി മെറ്റബോളിസം എല്ലാം സ്റ്റേബിൾ ആണ്. അപ്പൊ മോൻ പറയുന്ന അതേ ഡയറ്റ് ഫോളോ ചെയ്യുന്നോണ്ടാണ് അതെന്ന് പറയും. അപ്പൊ മോന് ഫ്രൂട്ട്സ് പറയുന്നില്ല. ഫ്രൂട്ട്സ് ഞങ്ങൾ ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഞങ്ങളെ അമ്മ അങ്ങനെയാ വളർത്തിയത് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം, ഞങ്ങൾ അങ്ങനെയാ വളർത്തിയത് എന്ന് പറഞ്ഞ താങ്കൾ ഇപ്പൊ വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പോ അവിടെ ഫ്രൂട്ട്സ് ഒക്കെ ആ പറയുന്ന ആ ബാസ്ക്കറ്റിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആരാ കള്ളം പറയുന്നത്? നിങ്ങൾ ആരെയാ പറ്റിക്കുന്നത്? എനിക്ക് അത് നിങ്ങൾ എന്തൊരു കണ്ടത്? ഒന്നേ നിങ്ങൾ പറഞ്ഞു ഞാൻ അന്ന് എടുത്തത് അമ്മയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്, നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയുന്നത് എന്താണ്, അവരെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും അല്ല എന്ന് എന്താണ് ഇപ്പോഴും നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്ന് കള്ളമാണല്ലോ. രണ്ടിന്റെയും പ്രൂഫ് കാണിച്ചു ആണല്ലോ. രണ്ടിന്റെയും പ്രൂഫ് നമ്മൾ കാണിച്ചു. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഇവർ പറയുന്നത് ഞാൻ അവിടെ വന്നപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ എന്താ പറഞ്ഞത്? എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും കിട്ടാറില്ല, എനിക്ക് വിശപ്പ് വരെ പോയി. അവിടെ ഉച്ചയാകുമ്പോൾ ഈ പറയുന്ന മട്ടനും ചിക്കനും മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വിശക്കും. ഇവർ വൈകിട്ടാകുമ്പോൾ ചോദിക്കുന്നത് പുള്ളിക്ക് അതിന് ശീലമില്ല. അപ്പോൾ താങ്കൾ എന്താ പറയുന്നത്? വല്ലപ്പോഴേക്കും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു നമ്മൾ അങ്ങനെയാണ് വളർത്തിയത് എന്ന് പറയുന്നു. ഇതിൽ ആര് പറയുന്നതാണ് കള്ളം, ആര് പറയുന്നതാണ് സത്യം? ഇനി ബാക്കി കേൾക്കാം. അങ്കിളും അങ്ങനെയാണ്. അമ്മയ്ക്ക് ഇപ്പൊ അങ്കിളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഓറഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കാം അങ്ങനെ. കാരണം അങ്കിള് കഴിക്കാറില്ല ഫ്രൂട്ട്സ്. അത് അങ്കിളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഒരിക്കൽ പോലും ഇത് അങ്കിളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇവിടെ ആരാണ് പേഴ്സണൽ ചോയ്സ് അല്ല എന്ന് പറയുന്നത്? അല്ലാന്നത് താങ്കളാണ്. താങ്കളുടെ ആ ഒരു വീഡിയോയിലാണ് അങ്ങനെ. അതായത് ഇവർ പറയുന്നത് വെച്ചാൽ അങ്കിള് വാങ്ങും, കിലോ കണക്കിനൊന്നും വാങ്ങില്ല, കുറച്ച് വാങ്ങിച്ചു വെക്കും, അത് കഴിച്ച് തീർന്നതിന് ശേഷം പിന്നീട് വീണ്ടും വാങ്ങും. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അല്ലാതെ 4-5 കിലോ ഒക്കെ വാങ്ങാം. ഇത്രയും തിന്നാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവർ പറയുന്നുണ്ട് ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ 2-3 കിലോ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവർ തീർക്കും. ഒറ്റയ്ക്ക് തീർക്കാനുള്ള ആൾക്കാർ കാണും, ഇവർ കഴിക്കുമായിരിക്കും. അങ്ങനെ കഴിക്കാത്ത പുള്ളി കഴിക്കത്തില്ല. പുള്ളി കഴിക്കാത്തതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യമുള്ള വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കഴിക്കും. അപ്പൊ അങ്ങനെ അത്യാവശ്യമുള്ള ഫ്രൂട്ട്സ് വാങ്ങിച്ചു കുടിച്ച് കഴിക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് താങ്കളുടെ അമ്മ ഇങ്ങനെ ഒരു പച്ച കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യമാണ്. എനിക്കിവിടെ ഫ്രൂട്ട്സ് തരത്തില്ല, ഫ്രൂട്ട്സ് ഒന്നും വാങ്ങത്തില്ല, എനിക്ക് വെജിറ്റബിൾ തരില്ല എന്ന് പറഞ്ഞ് മറ്റാരുമല്ല, താങ്കളുടെ അമ്മ തന്നെയാണ് ലൈവിൽ വന്നിരുന്നത്. അതിന് ഉത്തരമായിട്ട് താങ്കൾ പറയുന്നത് വല്ലപ്പോഴും ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഒന്ന് പറയുന്നുണ്ട് അവിടെ സ്റ്റോക്കായിട്ട് ഇരിക്കൊണ്ട് സ്ഥിരം വാങ്ങിച്ചു കൊടുക്കുന്നു. ഇത് മനസ്സിലാവില്ല. ഇത് ആരാ കള്ളം പറയുന്നത്? നമ്മളാണോ താങ്കളാണോ? ഇത്രയും ദിവസം ഇപ്പം എത്രയാ, ജാനുവരി 3 കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയിട്ടുണ്ട്. ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം പോലും അങ്കിളിന്റെ അടുത്ത് അങ്കിൾ ഒരിക്കലും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഈ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ നീ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും അങ്കിൾ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മ എന്തുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്? അമ്മ ഇത്ര കഷ്ടപ്പെട്ടെന്ത്? ഇതുവരെയായിട്ടും ഈ പറയുന്ന അങ്കിൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല നീ ഇതേ കഴിക്കാൻ പാടുള്ളൂ, നീ ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ പാടുള്ളൂ അങ്കിൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷെ താങ്കളുടെ അമ്മ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞെന്താണ്? ഇതൊന്നും എനിക്ക് വാങ്ങിച്ചു തരില്ല, ഇതൊന്നും എനിക്ക് വാങ്ങാനും സമ്മതിക്കും, ബിസ്ക്കറ്റ് കഴിക്കാൻ അവരോട്ട് വാങ്ങിച്ചു തരത്തില്ല, മലക്കറി ഫ്രൂട്ട്സ് കഴിക്കുന്നു വാങ്ങാറില്ല. എന്തെങ്കിലും വിശക്കണം എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ പിന്നെ മട്ടൺ എടുത്ത് കടി, നീ ഇപ്പോൾ പിന്നീട് ചിക്കൻ എടുത്ത് കടി, അല്ലെങ്കിൽ നട്ട്സ് എടുത്ത് കടി എന്ന് പറഞ്ഞത് സ്വന്തം അങ്കിൾ തന്നെയാണെന്നാണ് സ്വന്തം അമ്മ പറഞ്ഞത്, നമ്മളല്ല പറഞ്ഞത്. അത് ലൈവിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാനിപ്പോൾ അതിന്റെ പ്രൂഫ് കാണിക്കുകയും ചെയ്തു. ാണ് ഈ ഫുഡ് റൂട്ടീൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ ഒരു ഹെൽത്തി ഒരു ഫുഡ് ഫോളോ ചെയ്തതിന് ശേഷം ടച്ച് ഞാൻ പറയുന്നു എന്റെ അമ്മയുടെ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്. എന്റെ അമ്മ കല്യാണത്തിന് മുന്നേ അമ്മയ്ക്ക് കാലുവേദന, നടുവേദന, അമ്മയ്ക്ക് കാലിൽ സർജറി ചെയ്തിട്ടുള്ള ആളാണ് മുട്ടിന്റെ അവിടെ. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇപ്പൊ നടക്കുന്നതിന് പ്രശ്നമില്ല. അമ്മയ്ക്ക് വേറെ അസിഡിറ്റി ഇഷ്യൂസും ഭയങ്കരമായിട്ട് അസിഡിറ്റിയുടെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ആളായിരുന്നു. അതിന്റെ ഇഷ്യൂസ് ഇല്ല, പ്രശ്നങ്ങളും ഇല്ല, എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഓക്കെ ആയി. അമ്മ ഇതുവരെ കല്യാണത്തിന് ശേഷം എനിക്ക് അയ്യോ മോളെ അവിടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, നടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, കൈവേദനയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ മകള് പറയുന്നത് ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്തതിന് ശേഷം
ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്തതിന് ശേഷം എന്ന് പറയുമ്പോൾ തന്നെ അവിടെയും ഒരു വിരുദ്ധതയുണ്ട്. കാരണം ഇപ്പൊ മറ്റേ റൂട്ടീൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റേ ഡയറ്റ് നിങ്ങൾ ചെയ്യുന്നില്ല, ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാതെ അങ്കിൾ പറയുന്ന ആ ഒരു സംഭവം തന്നെ ഫോളോ ചെയ്തതിന് ശേഷം അമ്മയ്ക്ക് ഒരു അസുഖമൊന്നും ഇല്ല എന്നാണ് താങ്കൾ ലാസ്റ്റ് പറഞ്ഞു വയ്ക്കുന്നത്. ആണോ? താങ്കൾ ഇപ്പൊ പറഞ്ഞെന്താണ്? ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്തതിന് ശേഷം, അതിനർത്ഥം അമ്മ ഇപ്പൊ ഈ ഒരു റൂട്ടീനാണ് ഫോളോ ചെയ്യുന്നത് എന്നല്ലേ? ആണോ? ഈ ഒരു റൂട്ടീൻ, ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം അമ്മയ്ക്ക് കാലുവേദന, മുട്ടുവേദന, പിന്നീട് അവിടെ വേദന, ഇവിടെ വേദന ഒന്നുമില്ല, അമ്മ ഇപ്പൊ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യവതിയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പോ താങ്കൾ മുമ്പ് അമ്മ ഏതാണോ പിന്നെ ഡയറ്റ് ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ ഏത് ഫുഡാണോ കഴിച്ചിരുന്നത്, ഏത് രീതിയിലുള്ള ഫുഡൊക്കെയാണ് കഴിയുക, അതിപ്പോ കഴിക്കുന്നില്ല. അന്ന് ആ രീതിയിൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മയ്ക്ക് കാലുവേദന, മുട്ടുവേദന അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ അങ്കിളിന്റെ അടുത്ത് വന്ന ശേഷം അങ്കിള് കൊടുത്ത ഡയറ്റ്, അല്ലെങ്കിൽ ആ ഫുഡ് ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം അമ്മയ്ക്ക് അങ്ങനെ ഒരു വിഷയം ഇല്ല എന്നാണ് താങ്കൾ പറയുകയാണ്. അപ്പൊ ഇതിലിപ്പോ വീണ്ടും വിരുദ്ധത. ഇപ്പൊ ആര് പറയുന്നതാണ് കള്ളം? എനിക്ക് മനസ്സിലാവും. നിങ്ങൾ കമന്റ് ചെയ്യൂ. ഇവര് ഇപ്പൊ ഈ പറയുന്ന മകള് പറഞ്ഞത്. അപ്പോ ഒരു കാര്യത്തില് അവർ സന്തോഷത്തിൽ ജീവിക്കട്ടെ എന്നുള്ളതാണ്. ഈ ഒരു അവരുടെ സന്തോഷത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ താങ്കളാണ് അത് നിന്നുകൊണ്ട്. അപ്പം ആരായാലും ചോദിക്കും. അതായത് അമ്മ വന്നിരുന്ന് പറയണം, മകൾ വന്നിരുന്ന് പറയണം, നിങ്ങൾ ഡെയിലി എന്തൊക്കെയാണ് കഴിക്കുന്നത്. അമ്മ പറയണം, ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ മട്ടനും ചിക്കനും നട്ട്സും മാത്രമേ ഉള്ളൂ, മുട്ടയൊക്കെ ഉള്ളൂ. എനിക്ക് കുറച്ച് പഴം കഴിക്കണം, എനിക്ക് കുറച്ച് വെജിറ്റബിൾ, എനിക്ക് കുറച്ച് ഇതൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ, അതെന്നെ വാങ്ങാൻ സമ്മതിക്കത്തില്ല. പിന്നീട് എന്നെ കഴിക്കാൻ സമ്മതിക്കില്ല. രാവിലെ വൈകുന്നേരം എന്തെങ്കിലും ആഹാരം എനിക്ക് വിശക്കണം, പോയി നട്ട്സ് എടുത്ത് കഴി, അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് മട്ടൻ ഉണ്ട്, എടുത്തു പോയി കഴി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എനിക്ക് വൈകിട്ടാവും, എനിക്ക് വിശപ്പ് എന്നെ ഇല്ലാതായി. മകൾ വന്നോടനെ ആദ്യം ചോദിക്കുന്നത് അമ്മ ഇത്രയും ക്ഷീണിച്ചു പോയി എന്ന് എന്താണ് ഈ പറയുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു എന്നതുകൊണ്ടാണ് മകൾ ഇങ്ങനെ ഒരു സാധനം എടുക്കുന്നത്. അപ്പൊ അതില് അമ്മയുടെ പരിഭവങ്ങളും പരാതികളും പറയുന്നത് എനിക്ക് ഇനിയും തരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ പുള്ളി പറയുന്നതൊക്കെ ശരി തന്നെയാണ്. അതായത് മട്ടൻ ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, നട്ട്സ് ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിന്റെ കൂട്ട് ഫ്രൂട്ട്സും വെജിറ്റബിളും മാറ്റിക്കൊണ്ടുള്ള ഒരു ഫുഡ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല, വെജിറ്റബിൾ ഒന്നും കഴിക്കാതെ ഈ മട്ടനും ഈ പറഞ്ഞ മാംസാഹാരങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഡയറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പുള്ളി കഴിച്ചോട്ടെ, പുള്ളി കഴിക്കുന്നതിൽ തെറ്റില്ല. ഇവിടെ പ്രേക്ഷകർ അല്ലെങ്കിൽ താങ്കളുടെ വീഡിയോക്ക് താഴെ വന്ന ഭൂരിഭാഗം പ്രേക്ഷകരും ചൂണ്ടിക്കാണിച്ചത് പുള്ളിയുടെ ഡയറ്റ് അതായിരിക്കും, അത് കഴിച്ചോട്ട് എന്തിന് അവരെയും കൂടി അതിലേക്ക് നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് താങ്കളുടെ അമ്മയെയും കൂടി എന്തിന് ആ പുള്ളി കഴിക്കുന്ന ഡയറ്റ് മാത്രം ഫോളോ ചെയ്താൽ മതി എന്ന് നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ ഫ്രൂട്ട്സ്, മറ്റേതെങ്കിലും സാധനമാണ് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞ് ശരി വെക്കും. ഇത് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ മാംസം പോലെ തന്നെ അത്യാവശ്യമായ രണ്ട് വസ്തുക്കൾ കൂടിയാണ് ഈ ഫ്രൂട്ട്സും വെജിറ്റബിളും. അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് അത് വേണ്ട, അത് കഴിക്കണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് വിശപ്പ് പോലെ നഷ്ടപ്പെട്ടു, എനിക്കിത് ശരിയാകുമെന്ന് അമ്മ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ അത് ചോദിക്കും. അതൊക്കെ വീഡിയോ കൊണ്ടിട്ടത് താങ്കൾ തന്നെ. ഇപ്പൊ താങ്കൾ വന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല, പിന്നീട് അങ്കിളി കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫ്രൂട്ട്സ് വാങ്ങിച്ചോളൂ, ഞാൻ വന്നപ്പോഴേ അവിടെ ഫ്രൂട്ട്സ് ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. താങ്കൾ തന്നെ ആദ്യം പറ എന്താണ് സത്യം എന്നുള്ളത്. അല്ലെങ്കിൽ താങ്കൾ കണ്ടത് നേരത്തെ ചെയ്തത് താങ്കൾ റീച്ചിന് വേണ്ടിയിട്ട് അമ്മയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചെന്ന് പറയാം. അല്ലെങ്കിൽ താങ്കൾ ഇപ്പൊ പറയുന്നത് പക്ക നുണയാണ് എന്നേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം മസ്തേ കമന്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. ശരി.